ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, ക്ഷമിക്കുക. കാരണം ഒരു പ്രാർത്ഥന വിഷയം കൂടെ, എൻ്റെ പ്രാർത്ഥന വിഷയം കൂടെ ഞാൻ പറയണം. എൻ്റെ മോള് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് വീഴാനിടയായി. വലിയൊരു ആപത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. പ്രാർത്ഥിച്ച പാസ്റ്റർമാരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞിനെ കീമോയിലോട്ട് മീൻസ് അങ്ങനെ കിടത്താനുള്ള ഈ ശത്രുവിന്റെ തന്ത്രമായിരുന്നു. പക്ഷെ ദൈവം ഒരു കേടുപോലും വരുത്താതെ വണ്ണം സൂക്ഷിച്ചു. കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ട്, നെറ്റിയിൽ ഇച്ചിരി ഒരു മുറിവും ഒരു 5 സ്റ്റിച്ചോളം ഉണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് വീട്ടിനകത്തോട്ട് പ്രതീക്ഷിക്കാതെ കയറി. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യപ്പെട്ടൊരു മീറ്റിംഗ് ആണ്, ഞാൻ ഓടി പോവാന്ന് പറഞ്ഞ് അവർ ഇരുത്തിയിട്ടാണ് ഞാൻ നേരെ ഓടി വന്നത്. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇച്ചിരി ആൾക്കാർ വന്നായിരുന്നു, അത് ഇച്ചിരി ലേറ്റ് ആയത്, സോറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. നമ്മൾ എന്തുവാ മാസം തോറും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിന്റെ വളർച്ചയെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേക ഓഫ്ലൈൻ മീറ്റിങ്ങിൽ കർത്താവിന്റെ ദാസിയോട് ഉള്ള ബന്ധത്തിൽ എനിക്ക് അവിടെ വരുവാനും എല്ലാവരെയും കാണുവാനും ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ആ ശുശ്രൂഷയ്ക്ക് ശേഷം വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇനിയും വലിയ ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടാകും. വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകാല് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പൈശാചിക മേഖല ആയതുകൊണ്ട് തന്നെ വളരെ അലർട്ടായിരിക്കണം. ദൈവത്താലുള്ള അധികാരത്തെ നിങ്ങൾ ഉറപ്പിക്കണം. ദൈവത്താൽ നിങ്ങൾ ഒരു അധികാരവും നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒന്നിന്റെ മേലും കൈവയ്ക്കരുത്. ഞാൻ പ്രാരംഭത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഇതിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മേൽ ദൈവം ആമേൻ പിശാചിനെ ചവിട്ടുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. പക്ഷെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്ലോറി ലെവലിലേക്ക് കയറണം, ഗ്ലോറി തലത്തിലേക്ക് കയറണം. ഓക്കെ, നമ്മുടെ അനോയിന്റിങ്ങിനെ നമ്മൾ മൂർച്ച കൂട്ടണം. നമുക്ക് ഗ്ലോറി തലത്തിൽ കയറാൻ കഴിയാതെ നമ്മൾ ഒന്നിന്റെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ അത് നമുക്കിട്ട് നല്ല പണി കിട്ടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ മേലുള്ള ദൈവകൃപയെ ജ്വലിപ്പിക്കുന്നവരായിരിക്കണം. പ്രത്യേക മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വളരെ നിങ്ങൾ പ്രാർത്ഥന, പ്രത്യേകം നിങ്ങളായിരിക്കുന്ന പട്ടണം, അടൂർ പട്ടണം ആമേൻ പൈശാചികമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് കൃപകളും കൃപാവരങ്ങളൊക്കെ നിങ്ങൾ പ്രാപിച്ചതിന് ശേഷം മാത്രം വളരെ വിവേചിച്ച് വേണം ആമേൻ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. പ്രാരംഭത്തിൽ എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ ചാടിക്കയറി ഒന്നും ചെയ്യാൻ പോകരുത്, ഒന്നും ചെയ്യാൻ പോകരുത്. ദൈവം നിങ്ങളുടെ മേൽ ആമേൻ ഒരു വിഷയം പറയുവാണ്, തൊടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തെ തൊടണം. കാര്യം ചർച്ച് മിനിസ്ട്രിയിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ്. ഈ മിനിസ്ട്രിയുടെ വളർച്ചയും ഇതിനകത്തിരിക്കുന്ന വ്യക്തിയുടെ വളർച്ചയും ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ദൈവം യേശു കർത്താവ് പറഞ്ഞു, സകല രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കുവിൻ, സകലർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, ഭൂതങ്ങളെ സൗഖ്യമാക്കുവിൻ, യേശു കർത്താവ് പറഞ്ഞു. പക്ഷേ ചില വിഷയങ്ങൾക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് തീരുമാനമില്ലെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഒരു ദൈവകൃപ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട മേഖലയ്ക്കകത്ത് ഒരു ദൈവകൃപ നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ അത് വളരെ ദോഷത്തിലേക്ക് കാരണമായി തീരും. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൈവയ്ക്കാവൂ. ദൈവം പറഞ്ഞ് നിങ്ങൾ കൈവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകത്തില്ല. ദൈവം പറയാതെ ഞാൻ ഒത്തിരി അതിൻ്റെ അകത്ത് ഒത്തിരി വേദന കൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞങ്ങളുടെ ഈ ഹോളി കവനന്റ് ചർച്ച് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യത്തെ ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്തു, മീൻസ് അന്ന് നമ്മുടെ എന്താ തുടക്കങ്ങളായിരുന്നു. വിനാൻ്റെ അവിടെ ആ ചർച്ച ആരംഭിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ ഹോളി കവനന്റ് ചർച്ചാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ആന്റിയോട്ട് പേഴ്സണലി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മീറ്റിങ്ങിന്റെ അകത്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പബ്ലിക്കായിട്ട് പറയുന്നത്. ഇതിന്റെ നിങ്ങൾക്ക് ദൈവം വലിയൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഈ മീറ്റിങ്ങിന്റെ അവസാനം നിങ്ങളെ ദൈവം കത്തിക്കും. പ്രത്യേക അഭിരാമിയൊക്കെ കാണാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി ചേഞ്ച് ഉണ്ട്, വെരി ഗുഡ്. നിങ്ങൾ ഈ മിനിസ്ട്രിയോട് തന്നെ ചേർന്ന് നിൽക്കുക. ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ആന്റി ആൾക്കാരെ ഞാൻ പറഞ്ഞില്ലേ, ജാതികളെ തരത്തുള്ളൂ, അല്ലാത്ത ഒറ്റെണ്ണത്തിനെ തരത്തില്ല. ഒറ്റെണ്ണത്തിനെ കയറ്റം ചെയ്യരുത്, പെന്തക്കോസുകാരെ കയറ്റരുത്. ജാതികളുടെ ഇടയിലാണ് ശുശ്രൂഷിക്കേണ്ടത്. കാര്യം എല്ലാം അറിയാന്നുള്ളവരെ നമുക്ക് നേരെയൊക്കെ വലിയ പാടാണ്, അവരൊന്നും അംഗീകരിക്കത്തില്ല. പക്ഷെ ഫ്രഷോടെ ഇപ്പൊ പിടിച്ച മീനുകൾ എന്ന് പറയുന്ന ജാതികളാണ്. എനിക്കിഷ്ടം ജാതിയുടെ വേല ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ മലയത്ത് വീട് എടുക്കണമെന്ന് ഒരിക്കലും ഞാനും എൻ്റെ പാസ്റ്ററും ആഗ്രഹിച്ചതല്ല. പക്ഷെ കർത്താവിന്റെ അരുളപ്പാട് കഴിഞ്ഞ മാസം ഉണ്ടായി. ഞങ്ങൾ താമസിച്ച കല്ലയത്താണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട്, നമ്മൾ ഒത്തിരി നാളായല്ലോ ഞാൻ ഡയറക്റ്റ് വന്ന് ശുശ്രൂഷിച്ച് ഒരു വലിയ ഗസ്റ്റിനെ പോലെയൊക്കെ പോകുന്നു. പക്ഷെ ഇനി ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇത് എൻ്റെ കുടുംബമാണ്.
അതുകൊണ്ട് ഇച്ചിരി നാട്ടു വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ വചനത്തിലോട്ട് കയറി അഭിഷേകം പ്രാപിച്ച് നമുക്ക് ഇന്ന് മീറ്റിംഗ് അവസാനിപ്പിക്കാം. കല്ലേത്താ ഞങ്ങള് താമസിച്ചുകൊണ്ടിരുന്നത് വെറും 3 മാസമായുള്ളൂ. കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ അടുത്തായതുകൊണ്ട് ഇവിടെ എടുത്ത് ഞങ്ങളുടെ ചർച്ച ഏറ്റവും ഒരു 10-21 കിലോമീറ്ററോളം ചർച്ചിൽ വരാൻ ദൂരമുണ്ട്. പക്ഷെ കഴിഞ്ഞ എൻ്റെ അങ്ങേ മാസം പരിശുദ്ധാത്മ പറഞ്ഞു അവിടെ നിന്ന് ലീവ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു കർത്താവ് 3 മാസമായത്തുള്ളൂ, ഞങ്ങൾ കൊടുത്ത ഡെപ്പോസിറ്റ് ഒക്കെ തിരിച്ചു തരാൻ വലിയ പാടാണ്. പക്ഷെ ദൈവം പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ അവിടെ നിന്ന് ലീവ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ലീവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മുന്നമേ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വി എന്ന് തുടങ്ങുന്ന ലെറ്ററുമായി ബന്ധപ്പെട്ടൊരു ദേശത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കും. അപ്പൊ അന്ന് ദൈവം സംസാരിച്ചുകൊണ്ട് അന്ന് ഏകദേശം ഒരു 2-3 വർഷത്തിന് മുമ്പേ നമ്മൾ വിഴിഞ്ഞം നോക്കി, വട്ടിയൂർക്കാവ് നോക്കി, വീടെല്ലാം നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് വാഗ്ദത്തം പറഞ്ഞ 2 വർഷത്തിന് മുൻപ് നിറവേറിയത് ഇപ്പോഴേ. അതുകൊണ്ട് വാഗ്ദത്തം പറഞ്ഞ നാളെ നടക്കുമെന്നും പറഞ്ഞ് ആരും പാസ്റ്റർമാരെ തെറി വിളിക്കരുത്, നടന്നില്ല എന്ന് പറഞ്ഞിട്ട്. അയ്യോ പാസ്റ്റർമാർ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്റെ ലൈഫ് നടന്നില്ല എന്ന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്. കാര്യം ദൈവത്തിന്റെ ടൈമിലെ ദൈവം ചെയ്യത്തുള്ളൂ. ദൈവത്തിന് അതെല്ലാം ഭയങ്കര കർക്കശമാണ്, നമുക്ക് ഭയങ്കര വെപ്രാളം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് ടൈമുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ വീട് മാറണം എന്ന് ദൈവാത്മാവ് സംസാരിച്ചു. പ്രത്യേക കുറച്ചുകൂടെ ചർച്ച് ഫോക്കസ്ഡ് ആകാൻ സംസാരിച്ചു. അപ്പൊ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു കർത്താവെ, ചർച്ചിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് മതി, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മതി. ദൈവം പറഞ്ഞു അതിന്റെ കയ്യിലിരിക്കത്തുള്ളൂ, അടുത്ത് ഞാൻ വീട് തരും. നമുക്കൊരു താല്പര്യമില്ല, ചർച്ചിനോട് അടുത്തൊരു താല്പര്യമില്ല. പക്ഷെ 29-ാം തീയതി ഡിസംബറിൽ മൊത്തം ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിങ്ങും മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. 29-ാം തീയതി രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓയിൽ തപ്പുമ്പോൾ ഒരു വീട് ഇങ്ങനെ കണ്ണിൽ പതിഞ്ഞു. ജസ്റ്റ് ഞങ്ങൾ അവിടെ വന്ന് കണ്ടു. അദ്ദേഹം എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു വലിയ മാറ്റം കാണുന്നു. മനസ്സിലാക്കുക, അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം പക്ക ഹിന്ദുവാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾക്ക് എന്തൊരു മമത തോന്നുന്നു. കാരണം ഞാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഈ വീട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, വാഗ്ദത്തത്തിന്റെ വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കത്തുള്ളൂ. അത്ര വലിയ നല്ല തരക്കേടില്ലാത്ത വലിയ വീടാണ്. അപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു സാറേ, എന്തായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങൾ പറഞ്ഞു ഒരാഴ്ച ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരൻ തന്നെ എങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ആരോ എന്റെ അകത്ത് നിന്ന് പറഞ്ഞു ഈ വീട് നിങ്ങൾക്ക് തരാൻ. മനസ്സിലാക്കുക, അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹം കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു വലിയ മാറ്റം തോന്നുന്നു, വലിയ വാടകയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ആന്റി പുള്ളിക്കാരൻ പെട്ടെന്ന് കുത്തനെ വാടക കുറച്ചു, നിങ്ങൾ ഇത്ര തന്നാ മതി, 10 പറഞ്ഞു, 10 വാടകയൊക്കെ പറഞ്ഞു, റെന്റ് പറഞ്ഞു. പക്ഷെ വീട് വന്ന് കണ്ടാൽ 10-നും 15-നൊക്കെ ഉണ്ട്, 2 നില ബിൽഡിംഗ് ആണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെറും 7 രൂപ തന്നാ മതി, നിങ്ങൾക്ക് 7 രൂപയേ ഉള്ളൂ വാടക. ഭയങ്കര അത്ഭുതമായി പോയി. ഞങ്ങൾ ഈ ഏരിയ അന്വേഷിച്ച് വന്നപ്പോ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് വീട്ടിൽ വരാൻ 15 മിനിറ്റ് 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനകത്ത് എത്തും. ആ സ്ഥലത്തിന്റെ പേര് വിഴവൂര്, തുടങ്ങുന്ന ലെറ്റർ വി. ഹല്ലേലൂയ. അമ്മേ, ദൈവാത്മാവ് 2 വർഷത്തിന് മുമ്പ് 3 വർഷത്തിന് മുമ്പ് വിയിൽ തുടങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്നെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇതും ഒരു പൈശാചിക ഏരിയ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഹോളി കവനന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്. ആദ്യത്തെ ഹോളി കവനന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൊത്തം ഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, ഒരു രോഗികളും ഇല്ല, ഒന്നുമില്ല, മൊത്തം ഭൂതങ്ങളെ ഉള്ളൂ. പക്ഷേ അതിനകത്ത് എനിക്കൊരു പാകപ്പിഴ പറ്റി. കാരണം ദൈവം പറയാത്ത കേസും കൂടെ കയറി പ്രാർത്ഥിച്ചു. ദൈവം പറയാത്തതിന്റെ തലയിൽ കൂടെ കയറി കൈവച്ചു. അതിനനുസരിച്ച് ഞങ്ങളുടെ മിനിസ്ട്രി ഒത്തിരി പിന്നെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. നെക്സ്റ്റ് ഇത് റീസ്റ്റാർട്ട് ആകുമോ എന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷെ ആരും റീസ്റ്റാർട്ട് ആകാതെ ദൈവം അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം പറയാതെ ഒന്നിന്റെ മേൽ കൈവയ്ക്കരുത്. കൃത്യമായിട്ടുള്ള അധികാരം നിന്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, അടൂർ അങ്ങനെ ഒരു ചർച്ച അവിടെ ആരംഭിച്ചത് പ്രത്യേകം ഭൂതശാന്തിയുടെ ശുശ്രൂഷയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ പൈശാചിക ഏരിയകൾ വിരണ്ടോടുന്ന, അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിച്ച് വളരെ സെൻസ് ചെയ്ത് മാത്രമേ ആ ഏരിയ കൈവയ്ക്കാവൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ദൈവം പറയാത്ത ഒരു വിഷയവും നിങ്ങൾ കൈവയ്ക്കരുത്. അതിന് എത്ര നമ്മളോട് അടുപ്പമുള്ള വ്യക്തികളായിരുന്നാലും അവർക്കുള്ള തീരുമാനവും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ പൂർണ്ണമായിട്ടുള്ള തീരുമാനം, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന് പൂർണ്ണമായിട്ട് ചർച്ചിൽ വന്ന് ഒരു മാസമൊക്കെ നോക്കി ഇവര് ചർച്ചിനോടും ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൈവയ്ക്കാവൂ. നമ്പർ 2,
പ്രത്യേകാല് പൈശാചിക ഏരിയകൾക്കകത്ത് അധികാരം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മേൽ കൈവയ്ക്കരുത്. പൈശാചിക ഏരിയക്കകത്ത് കൃത്യമായിട്ടുള്ള അധികാരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആർക്കും എന്നോട് പിണക്കമില്ലല്ലോ. ഇത് വളർന്നു വരുന്ന ഒരു മിനിസ്ട്രി ആയതുകൊണ്ട് ഇത് ഒരിക്കലും പകുതി വഴിയിൽ പട്ടുപോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഞാൻ അനുഭവസ്ഥയാണ്. ആവേശത്തിൽ കുറേനെ കയറി തൊട്ടു, മനസ്താപത്തിൽ കുറേനെ കയറി തൊട്ടു. പക്ഷെ കൃത്യമായിട്ട് പണി വാങ്ങിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാനിപ്പോ വളരെ സൂക്ഷിച്ചു മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ട് ചർച്ച ഇപ്പോ വളരുന്നു. നിൽക്കേണ്ടവർ മാത്രം നിന്നാ മതി. ആമേൻ. വിടുതൽ കിട്ടി പൊടി തട്ടി പോണവരെ നമുക്ക് വേണ്ട. എന്റെ കർത്താവിനോട് എനിക്കുള്ള പ്രാർത്ഥന, ദൈവമേ നിന്റെ സന്നിധിയിൽ സ്ഥായിയായി നിൽക്കുന്നതിനെ മാത്രമേ ഞങ്ങളുടെ അടുക്ക് കൊണ്ടുവരാവൂ. സ്ഥിരമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനെ കൊണ്ടുവരാവൂ. കർത്താവെ, വിടുതൽ കിട്ടി പോകുന്നതിനെ ഒന്നും വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം വേണം, ദൈവത്തെ വേണം എന്ന് ഒരു ഗ്രൂപ്പിനെ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ട് കാര്യങ്ങളിലുള്ള കൃത്യമായിട്ടുള്ള ആമേൻ അധികാരം നിങ്ങളുടെ മേൽ ഇല്ലാതെ നിങ്ങൾ ഒന്നിന്റെ മേലും കൈവയ്ക്കരുത്. രണ്ട്, ആമേൻ വരുന്നവരുടെ, അതായത് പൈശാചിക പ്രത്യാല്, ഞാൻ ചില ഏരിയകൾ, ഞാൻ ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട്, ഇത് വളർന്നു വരുന്ന മിനിസ്ട്രി ആയതുകൊണ്ടും ഞാൻ പറയാം, പ്രത്യേകാല് എന്തുവാ, സ്പിരിറ്റ് ഓഫ് ഭദ്രകാളിയുടെ സ്പിരിറ്റ്, നാഗത്തിന്റെ സ്പിരിറ്റ്, രക്തച്ചൊരിച്ചിന്റെ സ്പിരിറ്റ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് കൈകാര്യം ചെയ്യാൻ പറയുന്നത് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ചിലപ്പോൾ പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് പിണക്കം വരും. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമുക്ക് ദൈവം പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ തീരുമാനം കറക്റ്റ് അല്ല എങ്കിൽ പോയതിനേക്കാളും ഡബിൾ കയറുമെന്ന് വചനം പറയുന്നത്. അപ്പൊ തീരുമാനം, ഏത് വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ ആ വ്യക്തിയുടെ തീരുമാനമാണ് ആ വ്യക്തി വിടുതലാക്കുന്നത്. ഇതെന്റെ ശുശ്രൂഷ എക്സ്പീരിയൻസിനകത്ത് നിങ്ങളോട് പറയുന്നു. വേഗത്തിൽ നമ്മൾ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. ആർക്കും പിണക്കമില്ലെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു, ഈ മിനിസ്ട്രി, ഗ്രേസ് മിനിസ്ട്രി അല്ലെ, ജീസസ് ഗ്രേസ്, അങ്ങനെയല്ലേ ഇതിന്റെ പേര്, ഗ്രേസ് ഫെലോഷിപ്പ്, ഇത് നാൾക്ക് നാൾ വളർന്ന് പന്തലിക്കണം. ഇനിയും ഒത്തിരി യൂത്ത് അതിനകത്ത് വരണം. ഒത്തിരി ഡെലിവറൻസ് ആകുന്ന ആൾക്കാർ അതിനകത്ത് വരണം. ഞാൻ വീട്ടില് ബീനാൻഡി ഓരോ ആൾക്കാരെ വീട്ടിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യത്തിൽ, ഞങ്ങൾക്കൊരു കൊച്ചു വീടുണ്ടായിരുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അതെല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു. എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഇന്ന് റെന്റിലാണെങ്കിലും സന്തോഷമാണ്. നാളെ ദൈവം മാനിക്കുന്ന ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, ആ കൊച്ചു വീട്ടില് ഇല്ലാത്ത പൈസയും മുടക്കി ആഹാരവും മേടിച്ച് വെച്ച് വിളമ്പി കൊടുത്ത് 5-6 ദിവസം പിശാചിനെ ഒഴിപ്പിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം ഇന്ന് മാനിക്കുന്നത്. എങ്കിൽ പോലും ആമേൻ. പിന്നെ 10 വരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരെണ്ണ ആന്റി നിലനിൽക്കത്തുള്ളൂ, നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ, ബാക്കി 9 പോവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെൻസിങ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ദൈവം പറഞ്ഞിട്ടല്ലാതെ ഒന്നിന്റെ മേൽ ഞാൻ കൈവയ്ക്കത്തില്ല. നിൽക്കുമെന്നുള്ളതിന്റെ അകത്ത് മാത്രമേ കൈവയ്ക്കത്തുള്ളൂ. മന്ത്രവാദത്താലും ആഭിചാരത്താലും പിന്നെ വീട്ടിൽ നിന്ന് തുണി ഇല്ലാതെ ഇറങ്ങി ഓടുന്ന അനുഭവങ്ങളുള്ള ആൾക്കാർ ഒത്തിരി പേര് എൻ്റെ വീട്ടിനകത്ത് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായി. പക്ഷെ സൗഖ്യത്തിലുപരി എനിക്ക് പിന്നെ വേദനിപ്പിക്കുന്ന അനുഭവം, പിന്നെ ആരും അവർക്ക് യേശുവിനെ വേണ്ട. എനിക്കത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറി. തീരുമാനമില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ അകത്തും ഒത്തിരി കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് ഇഴച്ചിൽ അനുഭവപ്പെട്ടു. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ഏരിയ മനസ്സിലായത്, ദൈവം പറയാതെ നമ്മൾ ചിലതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന്റെ അകത്ത് അതൊരു ഒരു ഒരു ഡിഫക്റ്റ് ആയിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 2027, 2028 പരിശുദ്ധാത്മ പറയുന്നു, ഗ്രേസ് ഫെലോഷിപ്പിന്റെ ആമേൻ ഹല്ലേലൂയ വളർച്ചയാണ്. 2027, 2028 ഗ്രേസ് ഫെലോഷിപ്പിന്റെ വളർച്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഉപരി ദൈവം അതിനകത്ത് ആൾക്കാരെ കൊണ്ടുതരും. പക്ഷെ ഈ ഒരു കാര്യം വളരെ അലർട്ടായിട്ട് വേണം പോകാൻ. പിന്നെ ഒരു കാര്യം കൂടെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, ഏത് എന്നറിയാൻ പൈശാചിക സ്വാധീനങ്ങളുടെ സഹായത്തോടെ, മന്ത്രവാദങ്ങളുടെ സഹായത്തോടെ ഈ മിനിസ്ട്രിയെ കെട്ടാൻ വേണ്ടിയിട്ട് ചിലത് സഭയ്ക്കകത്ത് വരും. സെൻസ് ചെയ്തോണം. ആമേൻ. അത് ദൈവമക്കൾ എന്ന രൂപത്തിൽ തന്നെ വരും. അത് അക്രൈസ്തവരുടെ രൂപത്തിലല്ല, ദൈവമക്കൾ എന്ന രൂപത്തിൽ തന്നെ ഈ മിനിസ്ട്രിയെ തുടച്ചു നിൽക്കാൻ, ഈ ആരാധന നിൽക്കാൻ. കാരണം ഹല്ലേലൂയ, പാരമ്പര്യമായി ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ട് ഞങ്ങളുടെ സഭയിലേക്ക് ഒരൊറ്റ കുഞ്ഞും വരുന്നില്ല, എന്താ ഇവിടെ ഇത്രയും ആൾക്കാർ കയറുന്നത് ആമേൻ എന്ന് ചിന്തിച്ച് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുന്ന കള്ളന്മാരെ വളരെ ആത്മാവിൽ സെൻസ് ചെയ്ത് വേണം
കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. 2027, 28 ഉറപ്പായിട്ട് ഈ മിനിസ്ട്രി വളരും, ഈ മിനിസ്ട്രി തഴച്ചു വളരും. ആമേൻ. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്വന്തമായിട്ട് ദൈവം വാഹനങ്ങളെ തരും. പുതിയ പുതിയ വാഹനങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നെ കാണിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. അത് എനിക്ക് ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരായിരുന്നു. ഈ അത് 10-25 പേർക്ക് ഇരിക്കേണ്ട ഒരു വാൻ പോലത്തെ ഒരു വണ്ടിയുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടല്ലോ? അതുപോലത്തെ ഒരു വണ്ടി, ഒരു വാഹനത്തെ ദൈവാത്മാവിനെ കാണിക്കുന്നു. അത് ആമേൻ ചില ബിസിനസ് മേഖലയ്ക്കകത്ത് പെട്ടവർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യും. ആമേൻ. നിങ്ങൾ വാങ്ങത്തില്ല, അത് ചില ബിസിനസ് മേഖലയ്ക്കകത്തുള്ളവർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യും. ഇന്ന് നിങ്ങളുടെ കയ്യിലെ ഇല്ലായ്മ കൊണ്ട് മുടക്കി മീറ്റിംഗ് ചെയ്യുമ്പോൾ തുറന്നുള്ള ദിവസങ്ങളിൽ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം ചില ആൾക്കാരെ ദൈവം ഹല്ലേലൂയ ആമേൻ മുന്നിലേക്ക് കൊണ്ടുവരും. അതിന്റെ കാലം വിദൂരമല്ല, ദൈവം അത് വേഗത്തിൽ ചെയ്യും. ആമേൻ. പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു, ഈ മീറ്റിംഗ് മുഖാന്തരം നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മിറക്കിൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാക്സിമം ഈ മീറ്റിങ്ങിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ഗ്രൂപ്പിനെ നിങ്ങൾ വളർത്തണം. കാരണം അന്ത്യകാലത്ത് ഉപയോഗിക്കപ്പെടേണ്ട ഒത്തിരി പേർ ഇതിന്റെ അകത്തുണ്ട്. ആമേൻ. ഇതൊരു അത്ഭുത വിഷയമാക്കി മാറ്റപ്പെടും. ഇനി ഇതിനെ ആര് തുടച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നാലും ആമേൻ പരിശുദ്ധ ആത്മാവ് ഇതിന്റെ കാവലായുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 2026 ദൈവം ഞങ്ങൾക്ക് തന്ന പ്രൊഫറ്റിക്കൽ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നിങ്ങളൊരു കിങ്ഡം വെൽത്തിലേക്ക് കയറും. നിങ്ങളൊരു കിങ്ഡം വെൽത്തിലേക്ക് കയറും. ഞാനിതൊരു സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു കിങ്ഡം വെൽത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക മേഖല മാത്രമല്ല, ആമേൻ, സ്പിരിച്വൽ മേഖലയ്ക്കകത്തും നിങ്ങൾക്കൊരു വെൽത്ത് വെളിപ്പെടും, നിങ്ങൾക്കൊരു പ്രോസ്പെരിറ്റി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർക്കെ ലേഖനം 3-ാം അധ്യായം. അതിന്റെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ബേക്കറിയുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബേക്കറിയുമായി ബന്ധപ്പെട്ട്, ബേക്കറിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഉണ്ടെങ്കിൽ എന്നെ ഇതിനകത്തൊന്ന് കമന്റ് ചെയ്യുക. കാര്യം 82 ഡിവൈസിനകത്ത് ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. ബേക്കറിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് ചിലത് സംസാരിക്കാനുണ്ട് ദൈവാത്മാവിൽ. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പിന്നെ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക. സെപ്റ്റംബർ മാസവുമായി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്റ്റംബർ മാസവുമായി ഉള്ളവർ നിങ്ങൾ കമന്റ് ചെയ്യുക. വേഗത്തിൽ 2 കൊരിന്ത്യർക്ക് ആരാൻഡി? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ. സെപ്റ്റംബർ ഓക്കെ. ഞാൻ ഡീപ്പായിട്ട് പ്രോഫിറ്റിക് തലത്തിലേക്ക് വരാൻ കാര്യം ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വിവേചിച്ച് മാത്രമേ എനിക്ക് ഇതിനകത്ത് ദൂരം വരാൻ പറ്റത്തുള്ളൂ. ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം. സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. ബേക്കറിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ട്? ബേക്കറിയുമായി നിങ്ങളുടെ ബന്ധുക്കളോ, പിന്നെ ദൈവാത്മത ഓർപ്പിക്കുകയാണല്ലോ, നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ സിമ്പിൾ കാണിക്കുക. അപ്പൊ ഞാൻ മ്യൂട്ട് മാറ്റത്തില്ല, എല്ലാവരും കൂടെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. സിസ്റ്റർ പറയുന്ന ദൂതിനനുസരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ സിമ്പിൾ, കൈയുടെ സിമ്പിൾ കാണിക്കുക, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കുക. ഞാൻ ഇത് ബിസിനസ്സും എന്നെ ദൈവാത്മാവ് കാണിക്കുന്ന ഒരു ബേക്കറിയുടെ രൂപമാണ്. അതുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് ഞാൻ ആത്മാവിലൊന്നും പോട്ടെ, ഞാൻ കുറെ കൂടെ പറഞ്ഞുതരാം, അതിന്റെ ക്ലാരിറ്റി പറഞ്ഞുതരാം. ബേക്കറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരും നിങ്ങൾ പിന്നെ കമന്റ് ചെയ്യണം. എന്നെ ഒരു ബേക്കറി കാണിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ. ബിനീജ ശ്രീജ നമ്മളെ കുഞ്ഞല്ലേ അത്? മിടുക്കിയായല്ലോ. വെരി ഗുഡ്. നിങ്ങളത് ഓർക്കുക. നിങ്ങൾ ഓർത്തെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നെ പിന്നെയും അത് തന്നെ കാണിക്കുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ബിസിനസ് ഇടാൻ താല്പര്യമുണ്ടോ അതും എനിക്കറിയത്തില്ല. ബേക്കറി എന്ന് എഴുതി കാണിക്കുന്നു. നമ്മൾ തുടർന്ന് നമ്മൾ ഇതിലേക്ക് വരാം. 2 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം. ഒരു ബ്രേക്കർ നടത്തി മൊത്തം പരാജയപ്പെട്ട് ഒത്തിരി കടബാധ. അദ്ദേഹം വിശേഷത്തിനൊക്കെ നമ്മുടെ ട്രാക്ടർ കൊണ്ടുപോകുന്ന മനുഷ്യനാണ്.
പക്ഷെ ഇന്നിപ്പോ കയറിയിട്ടില്ല. ഒത്തിരി കടബാധ്യത കുരിഞ്ഞ് കിടക്കുക. ഇപ്പൊ എല്ലാ ഒത്തിരി ദിവസവും പേര് കയറുന്ന ആളാണോ? നമ്മൾ സ്കൂളിൽ കയറുന്നതാ. അപ്പൊ ഇല്ല, തൽക്കാലം ഇന്നില്ലെന്നേ ഉള്ളൂ. പേര് റിച്ചാർഡ്. ഓക്കെ. അദ്ദേഹത്തിന് ആമക്കളുണ്ടോ? 2 പെൺമക്കളാ. ഉണ്ട്, പെൺമക്കളാണ്. ഓക്കെ, ഞാൻ വരാം, ഇതിലോട്ട് വരാം. നമ്മൾ വായിക്കുന്നു 2 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം ഇതിന്റെ അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഇന്ന് ഈ കേൾക്കുന്ന പ്രൊഫറ്റിക്കൽ സന്ദേശം നിങ്ങളുടെ ലൈഫിനെ മാറ്റും. എന്നെ കാണിക്കുന്ന എന്റെ ഈ ബേക്കറിയുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കുക, ആരും ഇതിനകത്തുണ്ട്. ഈ ബേക്കറിയുടെ നടയിൽ വെച്ച് സംസാര വിഷയങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ദൈവം എന്തെങ്കിലും ഉണ്ടെങ്കിലേ സംസാരിക്കത്തുള്ളൂ. നിങ്ങൾ ഓർത്തെടുക്കുക, ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ. സാധനം മേടിച്ചിട്ട് ക്യാഷ് മീൻസ് ക്യാഷ് കുറഞ്ഞു പോയെന്നോ അങ്ങനെ എന്തൊക്കെയുള്ള ക്ലാരിറ്റി ഇല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം കാണിക്കുന്നത്. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ദിവസം സംസാരിക്കാം. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ദൈവാത്മാവിൽ ഞാൻ വായിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഭിരാമിക്കുണ്ടോ ഈ ബേക്കറിയുമായി എന്തെങ്കിലും? സിസ്റ്ററെ, ബേക്കറി അല്ലായിരുന്നു, ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. ബേക്കറിന്നാ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പറയേ. എനിക്ക് അത് ഞാൻ സെൻസ് ചെയ്തിട്ടുണ്ട്. ദൈവം അങ്ങനെ ദൈവം ഉള്ളതേ സംസാരിക്കത്തുള്ളൂ. പറഞ്ഞോ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്ടിലെ ആൻമീസ് ഫുട്പാത്ത് എന്ന അതിന്റെ പേര്. അമ്മ മരിച്ചുകൊണ്ട് അത് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. പക്ഷെ അതിന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അതിന്റെ അതുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അവര് തരത്തില്ലെന്ന് പറഞ്ഞാൽ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. ദൈവം അതാ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബേക്കറി എടുത്ത് കാണിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ദൈവം ഒരു ബിസിനസ് തരും. നിങ്ങൾ ചെയ്യുക. ഇനിയും ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കും. ഇനി എനിക്ക് ദൂത് പറയാൻ കാര്യം എനിക്ക് കിട്ടണം ഒരു സംഭവം. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അവന് എന്തോ ഉണ്ട്. പുള്ളി ഒന്നും ഇല്ലാതെ പറയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട കയറി കിടന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണ്ടേ. എനിക്കറിയാം ഇതിനകത്ത് ആരോ ഉണ്ട്. ബേക്കറി എന്ന് എന്നെ എഴുതി കാണിച്ചെങ്കിൽ അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷോ അങ്ങനെ എന്തെങ്കിലും ഡിലേസോ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്യാഷ് കിട്ടാനുണ്ട്. അവരത് തരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് എടുത്തതല്ല. നമ്മൾ ഹസ്ബൻഡിന്റെ കൊച്ചച്ഛൻ വഴി കിട്ടിയതാ. അപ്പോ ഇത് എഴുതിയ ഒരാള് വേറെയായിരുന്നു. അയാള് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് പോയതാ. അയാൾക്ക് കച്ചവടമൊന്നും ആയില്ലെന്ന് പറഞ്ഞിട്ട് പോയതാ. എന്നാൽ അത് ഞങ്ങൾ റൺ ചെയ്തു, അടിപൊളിയായിട്ട് പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അമ്മ മരിച്ചു. ചേട്ടന്റെ അമ്മ മരിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരെണ്ണം ഉണ്ടാവുന്നു. കാരണം ബേക്കറി നല്ല രീതിയിൽ റൺ ചെയ്തു. 4 തൊട്ട് 7 വരെ ആവുമ്പോഴത്തേനും നമ്മുടെ സാധനങ്ങൾ തീരും. അത്രയും അങ്ങനെയായിരുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടത്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ അതിനെ റീസ്റ്റാർട്ട് ചെയ്യും. അത് റീസ്റ്റാർട്ട് ചെയ്താൽ അഭിരാമി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പ്രത്യേക ബിസിനസ് മേഖലയ്ക്ക് അത് ഭയങ്കര കൃപാവരം ദൈവം തന്നിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ടച്ച് ചെയ്താൽ സാധനം ഓടും. നിങ്ങൾ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് നന്മയുണ്ടായാൽ നിങ്ങൾ ഈ അടൂർ ഗ്രേസ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ചർച്ചിൽ ഞങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അതിനുള്ള വഴികൾ ഒരുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ചർച്ചിൽ ഞങ്ങൾ ഒരു സപ്പോർട്ടായിരിക്കും. പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ആസ് എ പ്രോഫറ്റ് ഐ ഡിക്ലെയർ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന കുടുംബത്തിനകത്തൊരു അഭിഷേകം ഇപ്പൊ വ്യാപരിക്കുകയാണ്. നിന്നുപോയത് ചുടകമനഘടകക്ഷസിയ ലബ്രയലിഖതനയ ഞങ്ങൾക്ക് അടയ്ക്കാനല്ല, ഞങ്ങൾക്ക് തുറക്കാൻ അധികാരം. ഞങ്ങൾക്ക് തുറക്കാൻ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ
ഇപ്പോൾ റൽബ സന്ധന റഗൽ കടകസിയ ഇന്ന് പറയപ്പെടുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം നിന്നുപോയ ആ ബേക്കറിയുടെ അടിസ്ഥാനങ്ങൾ ഞാനിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. അനുയോജ്യമായിരിക്കുന്ന ആമേൻ റിലീഖസിയാന്തല്ല റിബ്ലോറിയാം ധൽബിയാസ് മനോഫ്രി ലിഖേസ് എഫ്ലയറമോ സൈൻറ്റലേദന യേശുവിന്റെ നാമത്തിൽ തുറക. പ്രാപിച്ചവർ അഭിഷേകം നിന്റെ മേൽ വീഴുന്നു, നിങ്ങളുടെ മേൽ വീഴുന്നു, നിങ്ങളുടെ മേൽ വീഴുന്നു. ആമൻ. പിന്നെയും ആ ബേക്കറി കൃപ എന്ന പേരിൽ, കൃപ എന്ന പേരിൽ, എനിക്കറിയത്തില്ല, ദൈവാത്മ പേര് ഇരിക്കുകയാണ്. കൃപ എന്ന പേര് ഒരു ബേക്കറി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആമൻ. ആ ബേക്കറിയുടെ പേര് കൃപ എന്നാണ്. ആമൻ. നിങ്ങളുടെ മിനിസ്ട്രിയുടെ പേരും കൃപ എന്നാണ്. ഹല്ലേലൂയ. ആ വേർഡ് തന്നെ പരിശുദ്ധാത്മാവ് നാവിൽ തരുന്നു. ആമൻ. അത് കൃപയിൽ ഓടും. എല്ലാരും പ്രാർത്ഥിച്ചു കേട്ടോ. ആമേൻ. നിങ്ങളുടെ ചർച്ചിനും നിങ്ങൾക്കും ബെനിഫിറ്റ് ആകുന്ന ഒരു ആ ബേക്കറിയുടെ അകത്ത് പരിശുദ്ധാത്മാവ് റീസ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് നൗ. റിലി ഖമനദന അത്തുന റഗൽ ഘടകച്ചസിയ ലേബ്രയ ഖദിയ സിയാന്തന യേശുവിൻ നാമത്തിൽ. യെസ്, പ്രാർത്ഥിച്ചു. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ യെസ് അഭിരാമിയുടെയും കുടുംബത്തിന്റെ മേലും ആമേൻ അസാധാരണമായ സാന്നിധ്യം ചലിക്കുന്നു 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 ചലിക്കുന്നു. യെസ്, റൈറ്റ് നൗ എനിക്ക് കാണാം. നിങ്ങളെ അത് റൺ ചെയ്യിക്കാൻ 4 ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് റൺ ചെയ്യാൻ ലൈബ്രതന നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില നന്മകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. നിങ്ങൾ അത് മറ്റൊന്നിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കരുത്. അത് നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുക. അതോടൊപ്പം തന്നെ നീ പഠിച്ച ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ മേഖലയ്ക്കകത്തും ഒരു വലിയ കൃപ നിങ്ങളുടെ മേൽ പകരുന്നു. തീരുമാനമെടുക്കുക. കർത്താവേ, ഇതിന്റെ അകത്ത് ദൈവം ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നൽകിയ ഞങ്ങൾ അത് ദൈവത്തിന്റെ നാമത്തിനും കൂടെ ഞങ്ങൾ ചെലവിടും എന്ന് തീരുമാനിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ റിസീവ് ഇറ്റ്. ഒരു വലിയ അഭിഷേകം ഇതാ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. എന്റെ കൈകളുടെ അധ്വാന ഫലം ഞാൻ തിന്നും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് വചനം പറയുമ്പോൾ ആ കൈകളിലേക്ക് ഇപ്പോൾ ആ കൈകളിലേക്ക് ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ നന്മകൾ വന്നു ചേരട്ടെ. യെസ്, അസാധാരണമായി പിശാചി ലോക്കിട്ടതിന് ഞാനിപ്പോൾ ആ ലോക്കിനെ അഴിക്കുന്നു. ഇപ്പോൾ അത് പ്രവർത്തി പദത്തിലേക്ക് പ്രോസസ്സിങ്ങിലേക്ക് വരട്ടെ. ഇത് പറയുമ്പോൾ യെസ് ഇതിന്റെ മേൽ ശക്തമായ ദൈവസാന്നിധ്യം വ്യാപരിക്കുകയാണ്. ശക്തമായ ദൈവകൃപ വ്യാപരിക്കുകയാണ്. പ്രത്യേകം അത് ഓടിക്കൊണ്ടിരുന്നതിന് ആമേൻ ഒരു സർപ്പം വന്ന് കെട്ടുന്നത് പോലെ കെട്ടി ആമേൻ അതിനെ ഇനി ഒരിക്കലും ആമേൻ അത് ആ കെട്ട അഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ബിസിനസ്സിനെ കെട്ടിവെച്ചിരിക്കുന്നതിന് ആമേൻ ഞങ്ങൾ സഭ ഒരുമിച്ച് തുറക്കുന്നു. 2026 കർത്താവിനോട് പറയുന്നു, കണ്ണുനീരിന്റെ വർഷമല്ല 2026 പ്രോസ്പെറിറ്റിയുടെ ഇയർ എന്ന് ദൈവാത്മ സംസാരിക്കുന്നു. ഏതൊക്കെ മേഖലയ്ക്കകത്ത് ശൂന്യത ഉണ്ടായോ, ഏതൊക്കെ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് പരാജയമുണ്ടായോ, ആ മേഖലയ്ക്കകത്ത് ഇപ്പൊ സാമ്പത്തിക മേഖലയ്ക്ക് അകത്ത് അവന് വലിയൊരു കൊയ്ത്ത് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രിയും ആമേൻ. അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു വലിയ നന്മ നിങ്ങൾക്കുണ്ടാകട്ടെ. 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഇന്ന് രാത്രി ഈ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആമേൻ നിങ്ങൾക്ക് വരേണ്ട ഉറപ്പ്. ആമേൻ ഏതൊക്കെ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് ഉറപ്പില്ലാതിരിക്കുന്നു, ഏതൊക്കെ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് ധൈര്യമില്ലാതിരിക്കുന്നു, ഏതൊക്കെ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് പ്രത്യാശയില്ലാതിരിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ആമേൻ ഇவ்விധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. എന്റെ ഉറപ്പെന്ന് പറയുന്നത് ആമേൻ താഴോട്ട് നമ്മൾ വായിച്ചവർ മനസ്സിലാവും. നിന്റെ ഉറപ്പെന്ന് പറയുന്നത് ആമേൻ പഴയ നിയമത്തിൽ പ്രമാണത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ഗ്ലോറി ഉണ്ട്. എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഗ്ലോറി മുഴുവനായി യേശുവിൽ കൂടെ എന്റെ അകത്ത് തിരിച്ചു തന്നു. അതാണ് എന്റെ ഉറപ്പ്. ആ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ആമേൻ എന്റെ ഏത് വിഷയത്തിന്റെ അകത്തും എനിക്ക് ധൈര്യമുണ്ട്. കുറച്ചുകൂടെ നല്ല ട്രാൻസ്ലേഷന്റെ അകത്ത് ഞാൻ വായിച്ചു തരാം. ആ വാക്യം തന്നെ നല്ലൊരു ട്രാൻസ്ലേഷന്റെ അകത്ത് ഞാൻ വായിച്ചു തരുന്നു. ഞാൻ വായിക്കുന്നു 3 യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ധൈര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്രകാരം പറയുന്നത്.
കണ്ടോ? നമ്മൾ വായിക്കുന്ന വചനത്തിന്റെ ഇംഗ്ലീഷിന്റെ യഥാർത്ഥ മലയാളമായിട്ടുള്ള വേർഷനാണ് ഞാൻ വായിക്കുന്നത്. ഇவ்விதം ഇവിടെ കാണുന്നത് ഇவ்விதം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. എന്നാൽ ഈ ട്രാൻസ്ലേഷനകത്ത് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ധൈര്യമുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഞങ്ങൾ പറയുന്നത്. 5, ഞങ്ങളുടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന യാതൊരു സാമർത്ഥ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സാമർത്ഥ്യം ദൈവത്തിൽ നിന്ന് വരുന്നു. ആമേൻ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ആമേൻ, ദൂത് പറയുമ്പോഴും നമുക്ക് ഇതിനുള്ള സാമർത്ഥ്യമില്ല, നമുക്ക് ഇതിനുള്ള കഴിവില്ല, നമുക്കൊന്നിനുമുള്ള ഒരു വാക്ചാതുര്യമില്ല. പക്ഷേ എൻ്റെ അകത്ത് ആമേൻ പകരപ്പെട്ട ഒരു ഗ്ലോറി ഉള്ളത് കൊണ്ട് എനിക്ക് സാമർത്ഥ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അത് ഏത് വിഷയത്തിന്റെ അകത്തും. കാരണം ഈ സാമർത്ഥ്യവും ഉറപ്പും വരുന്നത് ഒരു മനുഷ്യനിൽ നിന്നല്ല, ഈ സാമർത്ഥ്യം ഉറപ്പും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ മിനിസ്ട്രിക്കകത്ത്, എന്റെ ജീവിതത്തിന്റെ അകത്ത്, ഞങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് ഞങ്ങൾക്ക് ഇത്രയും സാമർത്ഥ്യവും ഞങ്ങൾക്ക് ഇത്രയും ഉറപ്പും കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആമേൻ, എന്റെ മുന്നേ വരുന്ന ഒരു ദുഷ്ടശക്തികളെ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. യഹോവഭക്തൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു ഞാൻ പറയുന്നു. എല്ലാം സാധിക്കും. ആമേൻ. ഈ വാക്തത്വത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇവിടെ 5-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ സ്വന്തം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന യാതൊരു സാമർത്ഥ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സാമർത്ഥ്യം ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായിരിക്കാൻ യോഗ്യരാക്കി എഴുതപ്പെട്ട പ്രമാണങ്ങളുടെ എല്ലാം മറിച്ച് ആത്മാവിന്റെ പ്രമാണങ്ങളുടെ തന്നെ ശുശ്രൂഷകർ. എനിക്ക് ഇന്ന് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, അവൻ എന്തിനും പോകുന്ന ചങ്കൂറ്റമുണ്ടായിരിക്കും, അവർക്ക് എന്തിനും പോകുന്ന ഉറപ്പുണ്ടായിരിക്കും. കാരണം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ സഞ്ചരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ആത്മാവിനാലാണ്. അതുകൊണ്ട് തന്നെ ഏത് ലോക്കിനെയും പൊളിക്കാൻ, ഏത് ലോക്കിനെയും പൊട്ടിക്കാൻ, ഏത് പൈശാചിക മണ്ഡലത്തെ പൊട്ടിക്കാൻ ഹല്ലേലൂയ ഗ്ലോറി അകത്തുള്ളവന് കഴിയും. ആമേൻ. താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ പറയുന്നു, ഹല്ലേലൂയ, കൊല്ലുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ ശുശ്രൂഷ കൊല്ലുന്നു. ഹല്ലേലൂയ, കല്ലിൽ കൊത്തപ്പെട്ട ശുശ്രൂഷ തേജസ്സോടുകൂടെ വന്നു, അല്ലെ? തേജസ്സോടുകൂടെ വന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഭാഗം കൂടെ പറയാം. പഴയ നിയമത്തിൽ മോശയുടെ ആമൻ മുഖത്ത് വെളിപ്പെട്ട തേജസ് പ്രതിയാണ് നമ്മൾ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മോശയുടെ മുഖത്തുള്ള ദൈവ തേജസ് ആമൻ ഹല്ലേലൂയ വെളിപ്പെട്ട് പീരീഡ് കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു കാല അളവുണ്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആമൻ. എന്നിരുന്നാലും മോശയുടെ മേൽ വരുന്ന ദൈവ തേജസ് ഒട്ടും കുറവല്ല, വളരെ അസാധ്യമാണ്. അവൻ വളരെ ശക്തിയുള്ളതാണ്. അവൻ അത് ദൈവ തേജസ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. എങ്കിൽ പോലും ഇസ്രായേൽ മക്കൾക്ക് കാണാതെ വണ്ണം മോശ ഒരു മൂടുപടം ഇട്ടു. കാര്യം ആമേൻ, ആ തേജസ് പോലും ഇസ്രായേൽ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ചത്തുപോകും. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആമേൻ, ഹല്ലേലൂയ, മരണ ശുശ്രൂഷ അല്ലെങ്കിൽ പ്രമാണം കൊല്ലുന്ന ശുശ്രൂഷ തേജസ്സുള്ളതായി വന്നുവെങ്കിൽ ദൈവം പറയുന്നു പുതിയ നിയമത്തിലെ ശുശ്രൂഷ എത്ര തേജസ്സേറിയതായിരിക്കും. ഇന്ന് പകൽ, ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ഈ വചനം വെളിപ്പാടാകണം. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഗ്ലോറിയെ നിങ്ങൾ ചലിപ്പിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിലുള്ള ഒരു ഗ്ലോറിയല്ല അവൻ ദൈവം ആഗ്രഹിക്കുന്നത്. മോശയുടെ മേൽ വീണ ഗ്ലോറിയിലും ഒരു ഡബിൾ പോർഷൻ എന്റെ മേൽ വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്റെ മേൽ അത് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആ തേജസ്സേറിയ ശുശ്രൂഷ എന്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ആരെങ്കിലും ധൈര്യമില്ലാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉറപ്പില്ലാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയേണ്ട ദൂത്, ആമേൻ, ഹല്ലേലൂയ, ഒരു തേജസ് നിന്റെ അകത്ത്, ദൈവത്തിന്റെ ഒരു പ്രത്യാശ ആമേൻ നിങ്ങളുടെ അകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും ധൈര്യമില്ലാത്തവനാകത്തില്ല, നീ ഒരിക്കലും ഉറപ്പില്ലാത്തവനാകത്തില്ല. നിന്റെ അകത്ത് ആ ഉറപ്പ് വെളിപ്പെട്ട് വരും. കാരണം ഈ ഉറപ്പും ധൈര്യവും വരുന്നത് മനുഷ്യനിൽ നിന്നല്ല, ഇറ്റ് ഈസ് കെയിം ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് ധൈര്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കകത്ത് മാത്രം കിടക്കരുത്. ഇത് ഒരു റെവലേഷനായി മാറണം, ഇത് വെളിപ്പാടായി മാറണം. എന്റെ അകത്ത് തികഞ്ഞ ഒരു ഗ്ലോറി ഉണ്ട്, എന്റെ അകത്തൊരു ഗ്ലോറി ഉണ്ട്. ആമേൻ. ഗ്ലോറി എന്ന് പറയുന്നത് ഒരു പ്രകാശമല്ല, ഗ്ലോറി എന്ന് പറയുന്ന ഒരു പവർ അല്ല, ഗ്ലോറി എന്ന് പറയുന്ന ഒരു ലൈറ്റ് മാത്രമല്ല. ഗ്ലോറി എന്ന് പറയുന്നത് ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാ, ആമേൻ, നീ ചലിക്കുമ്പോൾ ദൈവം, നീ ഇരിക്കുമ്പോൾ ദൈവം, നീ സംസാരിക്കുമ്പോൾ ദൈവം, ആമേൻ, എല്ലാ മേഖല
മേഖലയ്ക്കകത്ത് ദൈവം നിറയുന്ന ഒരു മിനിസ്ട്രി ചെയ്യാനാണ്, അല്ലെങ്കിൽ ദൈവം നിറയുന്ന ഒരു ലൈഫ് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. നമ്മുടെ പൂർവികരിൽ വെളിപ്പെട്ട, നമ്മുടെ പൂർവ്വപിതാവായ മോശയിൽ വെളിപ്പെട്ട ഗ്ലോറിയെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ആമൻ കണ്ടാണ് ദൈവമേ എന്റെ മേലും ആ ഗ്ലോറിയെ പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവം ഇവിടെ പറയുന്നു, മോശയുടെ മുഖത്ത് വെളിപ്പെട്ട ദൈവ തേജസ് കാണാതെ വണ്ണം ഒരു മൂടുപടം ഇട്ടിരുന്ന് ഇസ്രായേൽ മക്കൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം പറയുന്നു, അതിൽ എത്രയോ ഉപരി ഹല്ലേലൂയ നിന്റെ അകത്ത് ഞാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല? നമ്മുടെ ആത്മതലം തുറന്നിട്ടില്ല. ഒരു ഗ്ലോറി റലം തുറന്നിട്ടില്ല. എന്റെ ഇന്നത്തെ വിഷയം 2026, നീ ഗ്ലോറി റലത്തിൽ ചലിക്കുന്ന വ്യക്തിയായിരിക്കണം. നീ ഗ്ലോറി റലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകണം. ഹല്ലേലൂയ. വെറുതെ വാക്ചാതുര്യം കൊണ്ടല്ല കുഞ്ഞെ, അത് നിന്റെ ലൈഫ് സ്റ്റൈലായി മാറണം. അത് നിന്റെ ലൈഫ് സ്റ്റൈലായി മാറണം. ഞാൻ കഴിഞ്ഞ മാസം അടൂർ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗ്ലോറി റെപ്രസെന്റ് ചെയ്യുന്ന 5 കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മേൽ ഗ്ലോറി ഉണ്ടെങ്കിൽ ഈ 5ഉം സംഭവിക്കും. ഹല്ലേലൂയ. ദൈവം ഈ സീസണിൽ ആഗ്രഹിക്കുന്നത്, ഞാൻ ഏത് മെസ്സേജ്, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏതൊരു മെസ്സേജ് ഞാൻ പറഞ്ഞാൽ എത്തി നിൽക്കുന്ന ഗ്ലോറിയില്ല. എനിക്ക് ഇഷ്ടം ഗ്ലോറി പറയാനാണ്. കാര്യം ഗ്ലോറി റലത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കരഞ്ഞും വിലപിച്ചും ഹല്ലേലൂയ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് ആവശ്യം എന്നെ ചുമക്കുന്ന ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നെ ചുമക്കാൻ. ഹോ റബ കമ്പലാദിഗട്ടരാദിഗട്ടി ലീബ്രയല ഘടകസിയ ലബ്രിയ ഘടകസിയ. ഇന്ന് പകൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഗ്ലോറിയെ ചുമക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഗ്ലോറി കൊതിയന്മാർ, എന്റെ ഭാഷയെ പറഞ്ഞാൽ തേജസ്സിന് വേണ്ടി കൊതിക്കുന്ന കൊതിയന്മാർ ഇതിനകത്തുണ്ടോ? അങ്ങനെ കൊതിയന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. ഒരു ഭൗതികതയെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. രാത്രി ഞാൻ സംസാരിക്കുന്ന ഗ്ലോറി റലമാണ്. ഹല്ലേലൂയ. ഗ്ലോറി റെപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞു, നിന്റെ അകത്തുള്ള ഗ്ലോറി മാനിഫെസ്റ്റ് ആകും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ അത് മാനിഫെസ്റ്റ് ആയി. അപ്പോസ്തലന്മാർ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഉറപ്പ് എന്റെ അകത്തുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രസ്താവിക്കുന്നത്. അങ്ങനെ എനിക്ക് നിനക്കും പറയാൻ പറ്റണം. ഹല്ലേലൂയ. ഈ സ്വപ്നം പോലെ ഇങ്ങനെ ഇതുപോലെ ഞാൻ കണ്ടു, ഇതുപോലെ ഞാൻ പോയി, ഇതുപോലെ വന്നു. ലൈക്ക് എന്നൊരു വേർഡ് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല. കണ്ടെങ്കിൽ അത് യഥാർത്ഥമായി മാനിഫെസ്റ്റേഷനിൽ നമ്മൾ കാണണം. ദൈവശക്തിയിൽ നമ്മൾ കാണും. ചിലർ പറയുന്നുണ്ട് ഏഞ്ചൽസിന്റെ വിങ്സ് പോലെ തോന്നുന്നുണ്ട്. തോന്നൽ വേണ്ട, ഏഞ്ചൽസിന്റെ വിങ്സ് തന്നെ കാണണം. ദൈവത്തെ പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ലൈക്ക് ഗോഡ് അല്ല, ഗോഡിനെ തന്നെ കാണണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സീസൺ അതാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മെസ്സേജ് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറയുന്ന ഒരു ഭൗതികതയല്ല. നിങ്ങൾക്ക് വരുന്ന വിടുതലിനെ കുറിച്ചല്ല, നിങ്ങളുടെ സ്പിരിച്വൽ മാന്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഫോക്കസ് ഞാൻ സംസാരിക്കുന്നത്. 2026 ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ സീസൺ എന്ന് പറയുന്നത് ഗ്ലോറി റലത്തിൽ നീ ജീവിക്കണം, ഗ്ലോറി റലത്തിൽ നീ സഞ്ചരിക്കണം. ഹല്ലേലൂയ. എത്ര ഹീലിംഗ് നടന്നു എന്നല്ല ദൈവം ചോദിക്കുന്നത്, എത്ര ഭൂതങ്ങളെ നീ സൗഖ്യമാക്കിയെന്നല്ല, നീ എത്ര മിനിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ല. ഗ്ലോറി റലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലൈഫ് നിനക്കുണ്ടായിരുന്നോ? ഞാൻ ഒരു ആളെ കാണിച്ചു തരാം. ഗ്ലോറി എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഗ്ലോറിയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബ് പറഞ്ഞു, ഞാൻ ദേഹസഹിതനായി പ്രിയനെ കാണും. അതാ ഗ്ലോറി. ഹല്ലേലൂയ. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, എനിക്ക് എന്റെ ഭാര്യ പോയി, കുഞ്ഞുങ്ങളില്ലാതെയായി, വസ്തുവകകളെല്ലാം പോയി, പക്ഷേ എല്ലാം പോയാലും ഞാൻ ദേഹസഹിതനായി നിന്നെ കാണും. അതാ ഗ്ലോറി ലെവൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ഇന്ന് രാത്രി, ദൈവമേ നീ എനിക്ക് നന്മ ചെയ്താലും ഇല്ലെങ്കിലും, നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ഗ്ലോറിയിൽ ഞാൻ ജീവിക്കും, നിന്റെ തേജസ്സിൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. അടഗദനഗടഗ ശംധന റിഗൽ കടഗസിയ. ഇന്ന് രാത്രി ശക്തമൊരു ദൂത് ഞാൻ പറയാം. ഏദനിൽ ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചാക്കിയപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം ദൈവം അവിടെ അകത്ത് കൊടുത്തു. അതാ ദൈവത്തിന്റെ തേജസ്. ആ വാല്യുബിൾ ആയിട്ടുള്ള തേജസ് എപ്പോ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടോ അന്ന് മനുഷ്യൻ വാല്യൂ ഇല്ലാത്തവനായി തീർന്നു. ഇതിന്റെ അകത്ത് ഞാനൊരു ദൂത് വിളിച്ച് പറയാം. നിന്റെ അകത്ത് അഭിഷേകമില്ലെങ്കിൽ, നിന്റെ അകത്ത് ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, നിന്റെ അകത്ത് ഗ്ലോറി ഇല്ലെങ്കിൽ, നീ ഒന്നിനും കൊള്ളാത്തവനായി മാറും. എന്നാൽ നീ ഗ്ലോറിക്കുടമയാണെങ്കിൽ, നീ ഗ്ലോറിയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ മുൻപിൽ സകലതും മടങ്ങും. നിന്റെ മുൻപിൽ സകല മുട്ടും മടങ്ങും, സകല പൈശാചിക ഏരിയകളും മടങ്ങും.
എത്ര കഠിനമായിട്ടുള്ള രോഗമായിരുന്നാലും നോക്കിയേ, ശുശ്രൂഷ എന്ന് പറയുന്നത് പരസ്യപ്പെടുത്തുന്നതല്ല. ആമേൻ, നമ്മളെ തന്നെ പരസ്യപ്പെടുത്താൻ പോണ്ട കേട്ടോ. മിനിസ്റ്റർ ചെയ്യുന്നവർ എന്നെ ശ്രദ്ധിക്കുക. ആമേൻ, മിനിസ്റ്റർ ചെയ്യുമ്പോൾ ആമേൻ ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, നോ നോ നോ. നിന്നെ പബ്ലിസിറ്റി ചെയ്യുന്നത് ഗ്ലോറിയാണ്. നിന്നെ പബ്ലിസിറ്റി ചെയ്യുന്ന ഗ്ലോറിയാണ്. യേശു പലയിടത്തും പറഞ്ഞു, ഞാൻ ചെയ്തത് നീ ആരോടും പറയരുത്. അതിന് കാരണമുണ്ട്. ആമേൻ, യേശുവിന്റെ ശ്രുതി വരുത്തിയത് യേശുവല്ല, നാട്ടുകാരാ. ആമേൻ, ഹല്ലേലൂയ. നീ നിന്നെ തന്നെ പബ്ലിസിറ്റി ചെയ്യാൻ പോകരുത്, തോറ്റുപോകും. ആമേൻ, ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെട്ടാൽ ഗ്ലോറി നിന്നെ പബ്ലിസിറ്റി. ഓ ഷാൽബ്രന, നീ ഫേമസ് ആകാൻ നോക്കണ്ട. 10 ഭൂതങ്ങളെ ഞാൻ പുറത്താക്കി. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ അകത്തൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 6-7 വർഷത്തിന് മുൻപ് ബറാക്കയുടെ ഒരു മിനിസ്ട്രിക്കകത്തൊരു ക്യാമ്പിന് ഞാനും പാസ്റ്ററും പങ്കെടുക്കുകയുണ്ടായി. ആമേൻ, ഫസ്റ്റിലെ ഞാൻ അവിടെ പങ്കെടുത്തപ്പോൾ ഭയങ്കര, പോയവർക്കറിയാം, ഭയങ്കര മിനിസ്ട്രിയാണ്. 10-15 ദിവസത്തെ ഒരു ക്യാമ്പിനാണ് ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ ഒത്തിരി പഠിക്കാൻ പറ്റി. അന്നത്തോടു കൂടിയാണ് ഗ്ലോറി റെലം എന്റെ മേൽ തുറന്നത്. അല്ലെങ്കിൽ അന്നത്തോടെ എന്റെ മിനിസ്ട്രി ചേഞ്ച് ആയത്. അവിടെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ആന്ധ്രയിൽ ആമേൻ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസൻ രണ്ട് സ്ലിപ്പർ ഇട്ടുകൊണ്ടിരിക്കുക. എന്നോടൊരു ദേവദാസൻ പറയും, ദേവാസി ഇത് ആരെന്നറിയോ? ഞാൻ പറയാം, എനിക്ക് അറിയത്തില്ല പാസ്റ്റേ. ആമേൻ, 50 പേരെ സൗഖ്യമാക്കി, 50 പേരെ മരിച്ച 50 പേരെ ഉയർപ്പിച്ച വ്യക്തിയായി ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ആമേൻ സാധാ ഒരു ബനിയന് വിട്ട്, ആമേൻ സാധാ ഒരു സ്ലിപ്പർ വിട്ട്, ഒരു ആമേൻ ഗമയും ഇല്ലാതെ ഇരിക്കുന്നു. തന്നെ പ്രസിദ്ധീകരിക്കാൻ പോയില്ല. പക്ഷെ നാട്ടുകാർക്ക് അറിയാം 50 എണ്ണത്തിനെ ഉയർപ്പിച്ച മനുഷ്യനായി ഇരിക്കുന്നത്. ആമേൻ, എളിമ, താഴ്മ. എത്രമാത്രം ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഇറങ്ങുന്നുവോ അത്രമാത്രം നീ ഹംബിൾ ആകും. നീ നിന്നെ തന്നെ പബ്ലിസിറ്റി ചെയ്യാൻ പോകരുത്. പിശാച് അടിച്ച് താഴെയിടും. എനിക്കറിയത്തില്ല ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവം നിന്നെ പബ്ലിസിറ്റി ചെയ്യും. ഗ്ലോറിയുടെ പ്രത്യേകത, ഞാൻ പബ്ലിസിറ്റി ചെയ്യാൻ പോണ്ട, ദൈവം നിന്നെ പബ്ലിസിറ്റി ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ ഈ ദൈവം എന്നോട് പറയുമ്പോ അതൊക്കെയാണ് ആന്റി എന്റെ സെൽഫിനെ ഉടച്ചത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ ഒരു മിനിസ്ട്രിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണെന്നൊരു, ഞാൻ ഓപ്പണായി പറയൂ, എനിക്ക് എന്തൊക്കെയാണെന്നുള്ളൊരു സംഭവം. പക്ഷെ എന്റെ സെൽഫിനെ മൊത്തം ദൈവം ഉടച്ചു. എടാ, അതല്ല മിനിസ്ട്രി. ഹംബിളാണ് യഥാർത്ഥ മിനിസ്ട്രി. നീ 50 എണ്ണത്തിനെ സൗഖ്യമാക്കിയാലും, നീ 5000-നെ സൗഖ്യമാക്കിയിരുന്നാലും, നിന്റെ അകത്തുള്ള താഴ്മ പ്രതിയാണ് ദൈവം നിന്നെ ഫെയിം ആക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഫേമസ് ആയവരാരും ഇന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ഫേമസ് ആകാൻ, ഷോ കാണിക്കാൻ മിനിസ്ട്രി ചെയ്യരുത്. പണി കിട്ടും. ആമേൻ, ദൈവം ആമേൻ നിന്നെ പബ്ലിക്കിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഗ്ലോറിയിൽ അഡിക്റ്റ് ആയിരുന്നു ദാവീദ്. വർഷങ്ങളോളം പുള്ളിയുടെ താമസം കാട്ടില്ല, ആരും പബ്ലിസിറ്റി ചെയ്യാനില്ല. എന്നാൽ പബ്ലിസിറ്റി ചെയ്യാൻ ആമേൻ ഒരു ശമൂവേലിനെ കൊണ്ടുവന്നു. ദൈവം ദാവീദിനെ പുറത്തെടുത്തു. എന്നിട്ട് ശമൂവേല് പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ ഒറ്റെണ്ണം കഴിക്കാനിരിക്കരുത്. ഇതാ ഫേമസ്. ഇതാണ് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയാൽ ഇതാണ് പ്രത്യേകത. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അവരവരെ പബ്ലിസിറ്റി ചെയ്യാൻ പോയില്ല. ആമേൻ, ഇതെല്ലാം ചെയ്ത് കണ്ടറിഞ്ഞവരാണ്. മഹാപുരോഹിതന്മാരെല്ലാം പറഞ്ഞു, നീ യേശുവിന്റെ നാമത്തിലൂടെ ഭൂതങ്ങളെ പുറത്താക്കുന്ന രോഗികളെ സൗഖ്യം. എന്തുവാ ഇത്? അസൂയ കാരണം ഫേമസ് ആയി. ഹല്ലേലൂയ. അതിനും വേണം ഒരു കൃപ. അവരെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഹല്ലേലൂയ, ഗ്ലോറി റെലം നിന്റെ മേൽ വെളിപ്പെട്ടാൽ നിന്റെ അകത്തുനിന്ന് നീ മാനിഫെസ്റ്റ് ആക്കണ്ട, നിന്നിൽ കൂടെ ഗ്ലോറി മാനിഫെസ്റ്റ് ആയിക്കോളും. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ 1 മാസത്തിന് മുൻപ് എന്റെ പാസ്റ്റർ ബഹറിൽ പോയി. അവിടെ ഒത്തിരി ഇന്റർനാഷണൽ ദേവദാസന്മാരുമായിട്ട് മീറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. മാംഗ്ലൂർ ഒരു ചർച്ചുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ചർച്ചിൽ അദ്ദേഹത്തെ സത്യത്തിൽ പബ്ലിക്കിലെ കണ്ടിട്ടില്ല ആന്റി. പക്ഷേ ഇത്രമാത്രം ഗ്ലോറി നിറഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ചർച്ചിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നിത്യേന സംഭവമായി മാറി. അവർക്കൊരു ക്യൂരിയോസിറ്റി ഇല്ല. അവരുടെ ജഡം ചത്തു. പാസ്റ്റർ പറയുന്നൊരു കാര്യം, ഏതൊരു മരിച്ച വ്യക്തി ഇപ്പൊ പുറത്താക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ഉയർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിൽ വല്ലതും ആയിരിക്കണവരെ നമ്മൾ യൂട്യൂബിലും ഇട്ട് 4-5 പോസ്റ്ററും അടിച്ചിറക്കി ഭയങ്കര ഫേമും ആകാൻ നോക്കുമായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തറയിലൊന്നുമല്ല. എന്നെ ദൈവം ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെട്ടാൽ നിന്നെ ദൈവം പബ്ലിക്കിൽ കൊണ്ടുവരും. നീ ആളാകാൻ പോണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അതിന് നിനക്കൊരു ഗ്രൗണ്ട് വേണമെന്നില്ല, അതിന് നിനക്കൊരു സ്റ്റേജ് വേണമെന്നില്ല, അതിന് നിനക്ക് മൈക്രോഫോൺ വേണമെന്നില്ല. നീ നിൽക്കുന്ന മാർക്കറ്റ് ആയാലും മതി, ദൈവം കത്തിക്കും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ 2026 നിന്റെ മേൽ വ്യാപരിക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ആരോടൊക്കെ ബിജു ബ്രദറെ കർത്താവിനോട് സംസാരിക്കുന്നു. 2026 ഹല്ലേലൂയ, മാർച്ച്
ആകുമ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ നിലവാരം ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തരും. ആരുടെ മുൻപിൽ യാചകനായി നിൽക്കേണ്ടവനല്ല, ആരുടെ മുൻപിൽ കീഴ് നിൽക്കേണ്ടവനല്ല. അങ്ങനെ ഒരു വലിയ ഓപ്പണിംഗ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് തുറക്കുമെന്ന് ദൈവാത്മ പ്രവചിക്കുന്നു. ഒപ്പം ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരെ ഞാൻ ഈ പറഞ്ഞ മേഖലകൾക്കകത്ത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നീ ഒരിക്കലും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്നതല്ല, നീ എല്ലാം പുറകിൽ നിന്ന് ചെയ്യാൻ ചിന്തിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവാത്മ പറയുന്നു, ദൈവമായിട്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. ഗ്ലോറിയുടെ അടുത്ത പ്രത്യേകത എനിക്ക് പറയാൻ സമയമില്ല, എങ്കിലും ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഗ്ലോറിയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, നീ ഒരു ഗ്ലോറി വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരു സ്ഥലത്ത് കാല് കുത്തിയാൽ, നീ ഒരു ദിക്കിൽ കാല് കുത്തിയാൽ, നീ ഒരു പട്ടണത്തിൽ കാല് കുത്തിയാൽ അവിടെ ഉള്ള പൈശാചിക സ്വാധീനങ്ങൾ നിന്നെ വിറയ്ക്കും. നീ ആരാണ്? നിന്റെ വീട്ടിൽ നീ കാർ എടുക്കുമ്പോൾ തന്നെ നിന്റെ നിന്റെ സാന്നിധ്യം പിശാചിന്റെ ടെറിട്ടറിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഹല്ലേലൂയ ഗ്ലോറി നിന്നെ ചേഞ്ച് ആക്കും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഗ്ലോറിയുടെ സൂപ്പർ നാച്ചുറൽ തലങ്ങളിലേക്ക് കയറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര പേർ കൊതിക്കുന്നുണ്ട് ഭൗതികതയെല്ലാം വിട്ടിട്ട് ഇന്ന് പകൽ ആ ഗ്ലോറിയിലേക്ക് കയറുക. കർത്താവേ, നീ എനിക്ക് വാഗ്ദത്തം തന്നാലും ഇല്ലെങ്കിലും എന്നെ അകത്താക്കിയിരിക്കുന്ന ആ ദൈവത്തിന്റെ തേജസ് പരിപൂർണമായി എന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകണം. അപ്പൊ ആ ധൈര്യമുള്ളത് കൊണ്ട്, ആ ഉറപ്പുള്ളത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ ഉറപ്പും ധൈര്യവും ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം പ്രസ്താവിക്കുന്നത്. എന്താ പ്രസ്താവിച്ചത് ചുരുക്കത്തിൽ പറയുന്നു. ഹല്ലേലൂയ. കല്ലിൽ കൊത്തപ്പെട്ട അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സോടെ വന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്ര തേജസ്സേറിയതായിരിക്കും. ഇതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത് ധൈര്യത്തോടെ. ഹല്ലേലൂയ. ആ അധ്യായം നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കാതെ വണ്ണം പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ ഗ്ലോറിയുടെ റലം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതിന്റെ ബിയോണ്ടാണ് എന്നെ കുറിച്ച്. എന്നാൽ അതിന്റെ ഒരു ലേശം നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ തന്നെ നമ്മൾ അടിച്ചു താഴെ പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ചിലത് അതിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മൈൻഡ് അതിന് അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇത് ഒരു അന്തരീക്ഷമാണ്, ഇതൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഈ അറ്റ്മോസ്ഫിയറിന്റെ അകത്തേക്ക് നീ ഒന്ന് കയറാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നിന്റെ ലൈഫിന്റെ അകത്ത് നീ ദൈവ സാന്നിധ്യത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഗ്ലോറിക്ക് നീ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായിട്ടും 2026 നിന്റെ ലൈഫ് സ്റ്റൈലുകൾ മാറും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, സെപ്റ്റംബർ 20-നും സെപ്റ്റംബർ 25-നും ഇടയ്ക്ക് ഡേറ്റ് ഉള്ളവർ ആരാ? നേരത്തെ ഞാൻ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? സെപ്റ്റംബർ 20-നും സെപ്റ്റംബർ 25-നും ഇടയ്ക്ക്. സെപ്റ്റംബർ 22 ബർത്ത്ഡേ. സെപ്റ്റംബർ 22 ബർത്ത്ഡേ. അടുത്ത ആള് വെഡിങ് ആനിവേഴ്സറി. സെപ്റ്റംബർ 20-നും സെപ്റ്റംബർ 25-നും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുക. വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ മാത്രം. സെപ്റ്റംബർ 20-നും 25-നും ഇടയ്ക്ക് അങ്ങനെയുള്ളവരുണ്ടോ? സെപ്റ്റംബർ 20-നും സെപ്റ്റംബർ 25-നും ഇടയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സെലിബ്രേഷൻ ഉള്ളവർ. 22-ന് എൻഗേജ്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ. ഇരിക്കട്ടെ, കൈ പൊങ്ങി ഇരിക്കട്ടെ. നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അടുത്ത് സിസ്റ്റർ ഞാൻ സൗമ്യ ആന്റിയാണ്. എന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 17 ആണ്. എന്റെ ബർത്ത്ഡേ 17. നമ്മുടെ മോദിയുടെ ബർത്ത്ഡേ, പ്രൈം മിനിസ്റ്റർ. ഞാൻ ചോദിച്ചത് 20-നും 25-നും ഇടയ്ക്കുള്ളവരാണ്. 17 അല്ല, 20-നും 25. അത് ഒരാളാണുള്ളത്. എൻഗേജ്മെന്റ് ആൾ ഒരാളാണോ? ലിസി അല്ലേ? കണ്ടുകൂടല്ലോ. ലിസി ജോൺ ബാംഗ്ലൂർ. പരിശുദ്ധാത്മാവ് ആരാ? CP മാത്യു. സെപ്റ്റംബർ 21 എന്റെ വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, കൈ ഉയർന്നിരിക്കട്ടെ. നോക്കട്ടെ, അങ്കിളിനെ നോക്കട്ടെ. ഒത്തിരി ഡിവൈസിനകത്തുള്ളൂ. കര ഉയർന്നിരിക്കട്ടെ കേട്ടോ. എന്നോട് സംസാരിച്ചവരുടെ മാത്യൂസ് അങ്കിൾ. ഓക്കെ, വരാം. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ലിസി ആന്റിയിലേക്ക് വരുവാണേ. ആന്റി
കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, തേച്ച് മിനുക്കി അയൺ ചെയ്ത് തുണികളെല്ലാം മടക്കി ഒരു പെട്ടിക്കകത്ത് വെച്ച് ചില യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി, എന്നാൽ നിർഭാഗ്യവശാൽ യാത്ര മുടങ്ങിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ദൈവാത്മാവിനെ കാണിക്കുന്നു നിങ്ങളുടെ ലൈഫിനകത്ത്. നിങ്ങളുടെ ലൈഫിനകത്താണോ തലമുറകളുമായി ബന്ധപ്പെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി അതിന്റെ മിഡിലിൽ വെച്ച് ബ്രേക്ക് ഔട്ടായി. കർത്താവിനോട് പറയുന്നു, ആ യാത്ര ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോവാണ്. പ്രാർത്ഥിച്ചോണം. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ യാത്രകളെ തടയുന്ന ചിലതുണ്ട്. നിങ്ങളുടെ യാത്രകളെ ഇനി ചിലപ്പോൾ വരാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ തേച്ച് മിനുക്കി സൂക്കേഴ്സിൽ വെച്ച് പെട്ടിയിലെല്ലാം വെച്ചിട്ട് യാത്രകൾ മുടങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഒരു സംഭവം ദൈവാത്മാവ് കാണിക്കുന്നു. അത് നടന്നതായിരിക്കാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിരിക്കാം. പക്ഷെ അതിശക്തമായിട്ട് ആ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകം ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പണിംഗ് സംഭവിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. പിന്നെ കർത്താവിനെ കാണിക്കുന്നത് 3 പ്രാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് പിശാച് ഒരുക്കിയ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ലോക്കിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അഴിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില അല്ലെങ്കിൽ വിളിക്കാതെ അല്ലെങ്കിൽ ക്ഷണിക്കാതെ വന്നു കയറുന്ന ചില അനർത്ഥങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അതിനെ ലോക്ക് ചെയ്യണം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒന്ന് മാറി ഒരു മേഖലയ്ക്കകത്തും എസ്റ്റാബ്ലിഷ് ആകാൻ കഴിയാതെ നിങ്ങളെ പിടിച്ചു ഉലയ്ക്കുന്ന ചില സംഭവങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. അതിന്റെ അകത്ത് ദൈവം വേഗത്തിൽ ചില ആൻസറുകൾ തരും. ആന്റിയുടെ കിച്ചണിലെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. കിച്ചന്റെ അകത്ത് ഒരു ചെയറിനെ ദൈവാത്മാവ് കാണിക്കുന്നു. ആ ചെയറിൽ ഇരുന്ന് ആന്റി കരയുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. ചില പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളെല്ലാം നിങ്ങൾ ദൈവത്തോട് പറയുന്ന ഇടമാണ് കിച്ചൺ എന്ന് ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ പല മേഖലകൾക്കകത്തും നിങ്ങളെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ തുള്ളികൾ ദൈവത്തിന്റെ ആത്മാവ് തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേക തലമുറകളുമായി, എനിക്കറിയത്തില്ല, വാക്കുകളാലുള്ള ചില ശാപങ്ങളെ ദൈവാത്മാവ് അടിക്കുന്നു കേട്ടോ. നിങ്ങൾക്കെതിരായി പറഞ്ഞ വാക്കുകളാലുള്ള ശാപങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കുന്നു. ചില മേഖലയ്ക്കകത്ത് ഭയങ്കര വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. തലമുറകളുമായിട്ടുള്ള വിഷയത്തിന്റെ അകത്ത് വലിയ വിടുതലുകൾ വെളിപ്പെടാൻ പോകുന്നു. ഞാനിത് പറയുമ്പോ നിങ്ങളുടെ മേൽ ഒരു വലിയ പ്രകാശം വന്ന് വീഴുകയാണ്. ഒരു വലിയ ദൈവശക്തി അടിക്കുകയാണ്. ലേബ്രദന പല സമയത്തും ഹെൽത്ത് ഇഷ്യൂ ആണ്. പല സമയങ്ങളും ഹെൽത്ത് അങ്ങ് നന്നായിട്ടൊന്ന് ഓക്കെ ആകാൻ പറ്റുന്നില്ല. ഒന്ന് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ചിന്തയാണ്. പല മേഖലയ്ക്കകത്ത് ചിന്താകുലമിട്ട് ആകുലതകളിട്ട് പല മേഖലയ്ക്കകത്ത് കയറി വരാൻ കഴിയാതെ നിന്നെ ലോക്കിട്ട ചില ലോക്കുകൾ ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് അഴിച്ച് ഉടന ഹന്തന റമ്മ സന്ധേനി അൽബ്രഗലഘടകസി പ്രത്യേക ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാത്രയെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ലാബ്രഗതനഘടകസി എല്ലാം തയ്യാറാക്കി. എന്നാൽ മിഡിലിൽ വെച്ച് യാത്രയെ കട്ട് ചെയ്യുന്ന, മിഡിൽ വെച്ച് യാത്രയെ ബ്ലോക്ക് ചെയ്യുന്ന ചില പൈശാചിക തലങ്ങളെ സഭ ഒരുമിച്ച് ഇന്ന് രാത്രി അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഒന്നും മുഴിപ്പിക്കത്തില്ല. ഈ കുടുംബത്തെ കുറിച്ച് ദൈവം കാണിക്കുന്നു. ഒന്നിനകത്തും ഒരു പൂർണ്ണതയില്ല. ഒന്നിന്റെ അകത്തൊരു പൂർണ്ണരൂപം വെളിപ്പെടുന്നില്ല. എല്ലാം മിഡിലിൽ വെച്ച് നഷ്ടപ്പെടുന്നു. എല്ലാം മിഡിലിൽ വെച്ച് പിശാച് ഇവർക്കെതിരെ ഒരുക്കിയിരിക്കുന്ന സകല കെണികളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം 2027 ഈ സെപ്റ്റംബർ, ഇതുപോലെ ഒരു സെപ്റ്റംബർ, ഇപ്പോ സെപ്റ്റംബർ മാസമായി ഒരു എൻഗേജ്മെന്റ് പറഞ്ഞു, നിങ്ങളുടെ എൻഗേജ്മെന്റ് പറഞ്ഞു. ഇതേ സെപ്റ്റംബർ 2027 സെപ്റ്റംബർ മാസമാകുമ്പോൾ 1 ഇയറിന്റെ അകത്ത് ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. അത് ദൈവത്തിന് കുറച്ച് സമയം വേണം. ദൈവത്തിന്റെ ടൈമിലെ അത് ദൈവം തൊടത്തുള്ളൂ. അത് ഒരു പ്രത്യേക ഒരു ബേസിക് പ്രോബ്ലമാണ്. ഇത്രയും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അകത്തൊരു ബേസിക് പ്രോബ്ലമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത് എന്തെന്ന് ആന്റിക്ക് അറിയാം. പക്ഷെ അത് ദൈവത്തിന്റെ സമയത്തിന്റെ അകത്തെ അത് നടക്കും. നമ്മൾ എത്ര വെപ്രാളപ്പെട്ടാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉപസിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ദൈവത്തിന്റെ സമയത്തിനകത്ത് അത് നടക്കും കേട്ടോ. ദൈവം വലിയ വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ലാബ്രാന
ലേബ്രിയ ഖമന സന്തന ഘടകസി. അടുത്ത് മാത്യു അങ്കിൾ റൽബ ഖമന ഘടക. അർത്ഥന ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഇവാഞ്ചലിസ്റ്റുമാർ എഴുന്നേൽക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? മാത്യു അങ്കിൾ കേൾക്കാവോ? കേക്കാം. കേൾക്കാം. കേക്കാം സിസ്റ്റർ. കുടുംബത്തിനകത്ത് ദൈവം ഓർപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇവാഞ്ചലിസ്റ്റുമാർ എഴുന്നേൽപ്പിക്കും. എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ കാണിക്കുകയാണ്. ഒരു 5 വയസ്സിന്റെ അകത്ത് ഉള്ള ഒരു കൊച്ചു കുഞ്ഞു ബാലനെ കാണിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിനകത്ത് അങ്ങനെ? കൊച്ചു ബാലൻ, ആൺകുഞ്ഞാണ്. ഇല്ല, ഇപ്പൊ ആരും അങ്ങനത്തെ പിള്ളേരൊക്കെ മൂത്ത കല്യാണപ്രായ ആയ പിള്ളേരാ. വേറെ ഏതെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു 5 വയസ്സ് അങ്ങനെ ഒരു ബോയ് ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നു. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ആൺകുഞ്ഞിന് 5 വയസ്സിനകത്ത് വരുന്ന ഒരു നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മരിക്കുകയോ അങ്ങനെ അബോർഷൻ ആകുകയോ അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? നമ്മുടെ അനിയന്റെ ഭാര്യ അഭാഷണം അങ്ങനെ പോയിട്ടുണ്ട്, കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. ഞാൻ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ആ സംഭവത്തെ ബ്രേക്ക് ചെയ്യുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം ലോക്ക് ചെയ്യപ്പെട്ട ഒരു വ്യത്യസ്ത പൈശാചിക ഏരിയയെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്നോളം ഒരു മനുഷ്യനും അതിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. നിയോഗം വരാത്തോണ്ടാ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാരണം ദൈവാത്മാവിനെ കാണിക്കുന്നു, പൂർവ്വപിതാക്കന്മാരിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു കേഴ്സ്, പ്രസവിക്കുമ്പോൾ തന്നെ മരിക്കുന്ന ഒരു കേഴ്സിനെ ദൈവാത്മാവ് ഇന്ന് പൊളിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, അബോഷനാക്കുന്ന, ജീവനെ നശിപ്പിക്കുന്ന ആ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ കുടുംബത്തിന്റെ അകത്ത് നിന്ന് അടിഞ്ഞു മാറുക. യെസ്. ചെസ്റ്റ് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന? നെഞ്ചുവേദന എന്റെ മിസ്സസിന് ഇടയ്ക്കിടയ്ക്ക് വരും, എനിക്കും ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്. ആന്റി ഇപ്പൊ അടുത്തുണ്ടോ? മിസ്സസ് ഇവിടെ അടുത്തുണ്ട്. അത് കൈവച്ചോ, ഇപ്പൊ അത് സൗഖ്യമാകാൻ പോവാ. ഇപ്പോൾ അത് സൗഖ്യമാവും. യേശു ക്രിസ്തു. എനിക്കറിയത്തില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് പിന്നെ എന്തുവാ ഈ ലോക്കായി ഒരു 5 വർഷത്തിന് മുൻപേ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ലോക്കായ ചില ലോക്കുകൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത്, ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 5 വർഷത്തിന് മുൻപേ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ആഭിചാരത്താലും മന്ത്രവാദത്താലും ലോക്കിട്ട ചില ലോക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അഴിക്കുകയാണ്. അത് മുഖാന്തരമുള്ള എല്ലാ ചെസ്പെയിനുകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിമാറുക. ആ കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, അടുത്ത സെപ്റ്റംബറിന് മുൻപേ 2027 അടുത്ത സെപ്റ്റംബറിന് മുൻപേ അവിടെ ലൈഫിന്റെ അകത്ത് വലിയ വിടുതലുകൾ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പരാജയങ്ങളും, എല്ലാ കർത്താവെ ആകുലതകളും, എല്ലാ വേദനകളും മാറട്ടെ യേശുവിൻ നാമത്തിൽ. യെസ്. ആന്റിയെ ദൈവം സൗഖ്യമാക്കുന്നു. ഹൃദയത്തിന്റെ അകത്ത് പ്രതീക്ഷിക്കാതെ കയറി വന്ന മുറിവുമായി ബന്ധപ്പെട്ട് ആ മനസ്സിനകത്ത് കിടക്കുന്ന സകല വേദനകളും സ്വന്തമെന്ന് വിചാരിച്ചവരെല്ലാം തള്ളി, സ്വന്തമെന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചവരെല്ലാം മാറിപ്പോയി. എന്നാൽ ആ പെയിനുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഹീലാക്കുന്നു. ആ ചെസ്റ്റ് പെയിനുകൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, അതികഠിനമായ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് വയറ് ഭയങ്കരമായിട്ട് ആ ബ്ലീഡിങ്ങിന്റെ ടൈമിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെയിൻ ഉണ്ടാകുന്ന വ്യക്തികളെ ദൈവാത്മാവ് കാണിക്കുന്നു. നിങ്ങളുടെ മേൽ അത്ഭുതപരമായിട്ടുള്ള
ഒരു സൗഖ്യം വ്യാപരിക്കുകയാണ്. ഈ ഗ്ലോറി നിങ്ങൾക്ക് അകത്തുള്ളത് കൊണ്ട് നിങ്ങൾ ഏത് പരാജയങ്ങളെയും ജയിക്കും. അങ്ങനെയുള്ള ചില മേഖലകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നു. എല്ലാ സർജറികളെയും ക്യാൻസൽ ചെയ്യുന്നു. ഇതിനകത്ത് സർജറി പറഞ്ഞ കേസുകളെല്ലാം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ക്യാൻസൽ ആക്കുന്നു. എല്ലാ ഡിപ്രഷനുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ഓൾ ഡിപ്രഷൻസ് ഐ കമാൻഡ് ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. എല്ലാ ആമൻ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡിനെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. എല്ലാ ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. എല്ലാ ആർത്രൈറ്റിസിന്റെ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. ഓ, ചില രോഗികളെ ദൈവാത്മാവ് സൗഖ്യമാക്കുന്നു. ആ മെസ്സേജിന്റെ ചുരുക്കത്തിലേക്ക് ഞാൻ വരികയാണ്. ആമൻ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർ 3-ന്റെ അവസാനം വായിക്കുമ്പോൾ കാണുന്നു, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ഇത്ര തേജോമയമായി വന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എത്ര തേജസ്സുള്ളതായിരിക്കും. ആമേൻ. ഇന്ന് പകൽ മോശയുടെ മേൽ വെളിപ്പെട്ട ഒരു തേജസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് ഏറ്റവും വലുതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതിന്റെ അപ്പുറം എന്റെ മേൽ തരണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ഒരു ഗ്ലോറി റലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അകത്ത് നിന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം മാനിഫെസ്റ്റ് ആകും. 2 ഞാൻ അന്ന് പറഞ്ഞു, ട്രാൻസ്ഫർമേഷനുകൾ ഓർഡറുകൾ സംഭവിക്കും. 3 ഞാൻ പറഞ്ഞു, ഹെവൻ നിന്റെ മേൽ വെളിപ്പെടും. സ്വർഗത്തിന്റെ ഡയമെൻഷൻ നിന്റെ മേൽ വെളിപ്പെടും. സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ നിന്റെ മേൽ വെളിപ്പെടും. യേശു അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, നിന്റെ ഇഷ്ടം ആമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേ, നീ നിൽക്കുന്ന ഭവനം ആമൻ ഹെവന്റെ ഹല്ലേലൂയ അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റപ്പെടും. നീ നിൽക്കുന്ന മാർക്കറ്റ് ഹെവന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റപ്പെടും. ഹല്ലേലൂയ. അടുത്ത് വരുന്ന ഒന്നാണ് ആമൻ മിറക്കിൾസ് ആൻഡ് ഹീലിംഗ്സ്. ഞാനിത് ആദ്യം പറയേണ്ടതാണ്, പക്ഷെ ഞാൻ മനഃപൂർവ്വം അവസാനം പറഞ്ഞതാണ്. കാരണം ആമേൻ ഹീലിംഗിനെ മിറക്കിൾസിനെ എല്ലാവരും ചാടിപ്പിടിക്കും. റിപ്പന്റൻസിനെ ആർക്കും വേണ്ട, ട്രാൻസ്ഫോർമേഷനെ ആർക്കും വേണ്ട, ഡിവൈൻ ഓർഡറിനെ ആർക്കും വേണ്ട. എൻകൗണ്ടറിനെ മതി, ഡിവൈൻ ഓർഡർ വേണ്ട. നിന്റെ ലൈഫിന്റെ അകത്ത് അനുസരണം ഉണ്ടെങ്കിൽ ഇതെല്ലാം നേടാൻ പറ്റും. ഡിവൈൻ ഓർഡർ വരണം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, ആമേൻ റിപ്പന്റൻസ് സംഭവിക്കണം. എങ്കിലേ നീ ചെയ്യുന്ന ഹീലിംഗിന് പവറുള്ളൂ, എങ്കിലേ നീ ചെയ്യുന്ന മിറക്കിളിന് പവർ ഉള്ളൂ. അകത്ത് അഹങ്കാരവും വെച്ച് ആള് കളിച്ച് നടന്ന് ഷോ കാണിച്ചാൽ നിന്റെ ശുശ്രൂഷ നിലനിൽക്കത്തില്ല. നീ താഴോട്ട് പോകത്തേ ഉള്ളൂ. കുറെയൊക്കെ പോകും, അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ചൊക്കെ കുറെയൊക്കെ അങ്ങ് വണ്ടി മുന്നോട്ട് പോകും. പക്ഷേ ഗ്രീസും ഓയിലൊക്കെ തീരുമ്പോൾ നിന്നെ കൊണ്ട് യൂസ് ഇല്ലാതാവും. അതുകൊണ്ട് ഞാൻ ആദ്യം പറയേണ്ട പോയിന്റാണ് ഞാൻ അവസാനം പറഞ്ഞത്. നിന്റെ അകത്തൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ട് നിന്റെ ഹീലിംഗ് നിന്റെ അകത്ത് നിന്ന് ഒരു ഹീലിംഗ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഗ്ലോറിയെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അധികമായിട്ട് നിങ്ങൾ ഗ്ലോറിയിൽ വളരാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അധികമായിട്ട് ആമേൻ. ബറാക്കയിൽ അന്നി പറയും, ഗ്ലോറി ടു ഗ്ലോറി ടു ഗ്ലോറി ടു ഗ്ലോറി. ആമേൻ. ആമേൻ. ഗ്ലോറിയിൽ നിന്നും ഗ്ലോറിയിലേക്ക് ചലിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകട്ടെ. എന്നോട് ദൂത് പറഞ്ഞില്ലല്ലോ എന്ന് ആരും ഓർത്ത് ഭയപ്പെടണ്ട. ഇന്ന് ദൈവം പറയേണ്ടവരോട് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെല്ലാരോടും ദൈവത്തിന് പറയേണ്ടത്, എന്റെ പൊന്നു കുഞ്ഞെ, വാഗ്ദത്തം കേട്ട് മടുത്തില്ലേ, പ്രവചനം കേട്ട് മടുത്തില്ലേ, ഇനിയെങ്കിലും എന്റെ ജീവനെ ഒന്ന് പ്രദർശിപ്പിക്കാൻ ഒന്നും എനിക്ക് നിന്നെ താ എന്ന ദൈവം ചോദിക്കുന്നത്. ദൈവം എന്നെ നിന്നെ ഡിമാൻഡ് ചെയ്യുകയാണ്. വാഗ്ദത്തങ്ങളെല്ലാം പുറകെ വരും, നന്മയും കരുണ എല്ലാം എന്റെ പുറകെ വരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, എന്റെ ഗ്ലോറിയെ റിവീൽ ചെയ്യാൻ പ്രദർശിപ്പിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവാൻ ദൈവം, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. കർത്താവേ, വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വചനത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, ദൂതുകൾ കേൾക്കപ്പെട്ട എല്ലാവരും ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു, സൗഖ്യമായവരെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു സാമർഥ്യമില്ല, ഞങ്ങൾക്കൊരു വാക്ചാതുര്യമില്ല, ഞങ്ങൾക്ക് വലിയ കൃപയൊന്നുമില്ല കർത്താവേ. എന്നാൽ യേശുപ്പാ, അങ്ങയുടെ ഗ്ലോറി ഞങ്ങൾക്ക് വേണം, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. മോശ പറഞ്ഞതുപോലെ കർത്താവ്, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം വേണ്ട, ഞങ്ങളെ നീ കനാനിലേക്ക് അയക്കരുത്. അത്രമാത്രം നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുകയാണ് കർത്താവെ. ആ ഗ്ലോറി റലത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രയും സമയം നിന്ന് ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ബെഡ് മേലും നിങ്ങളുടെ കിടക്കമേലും ഈ ഗ്ലോറി മൂവ് ആയിക്കൊണ്ടിരിക്കട്ടെ, ബബിൾസ് ആയിക്കൊണ്ടിരിക്കുക. ബബിൾസ് വരുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ ബബ്ലിംഗ് ആകണം, നിങ്ങളുടെ അകത്ത് ഗ്ലോറി ബബ്ലിംഗ് ആകണം. ഈ ഗ്ലോറിയിൽ ഒരു ബബ്ലിംഗ് ലൈഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഉറപ്പ് പറയാം. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പടാന്ന് പറഞ്ഞ് ഗ്ലോറി വെളിപ്പെടുത്തും.
ഹല്ലേലൂയ. നിങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട ഒന്നും നടക്കാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ എബ്രായർക്ക് ലേഖനത്തിനകത്ത് യോഹന്നാൻ പറഞ്ഞു ഞങ്ങൾ നിന്നെ തൊട്ടു, ഞങ്ങൾ തൊട്ടതുമായ വചനം. ആമേൻ. ആ ഒരു ആഗ്രഹത്തോടെ ഒന്ന് കിടക്കണം. കർത്താവെ എനിക്ക് നിന്നെ തൊടണം എന്നൊരു ആഗ്രഹത്തോടെ കിടക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ആമേൻ ഇനിയും ദൈവം കാണാൻ അവസരം തന്നാൽ ഒരുമിച്ച് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.